സെക്രട്ടേറിയറ്റിന് മുന്നിലെ LPST ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല കൂട്ട നിരാഹാര സമരം നടത്തുകയാണ്. ഉദ്യോഗാർത്ഥിയായ വളർമതി നിരാഹാരം തുടങ്ങിയിട്ട് 8-ാം ദിവസം പിന്നിട്ടു. അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് 32 ദിവസമായി. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, എന്തായാലും ഈ 8 ദിവസം ഒരാൾ നിരാഹാര സമരം നടത്തുന്നു, അവിടെ ഫലം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടമായി തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരത്തിലേക്ക് വരികയാണ്. അതേ രുചിഷ്, നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ട് 1 മാസം പിന്നിട്ടു. കൃത്യമായി പറയുകയാണെങ്കിൽ 32-ാം ദിവസത്തിലേക്കാണ് സമരം കടന്നിരിക്കുന്നത്. ഈ 32-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇവർ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗാർത്ഥി കൂടിയായിട്ടുള്ള വളർമതി അവർ നിരാഹാര സമരം ആരംഭിച്ചിട്ട് 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നിരവധി തവണ ഹോസ്പിറ്റലിലടക്കം പോയിട്ടുണ്ടെങ്കിലും അവരുടെ ആരോഗ്യനില വഷളാകുന്നുണ്ടെങ്കിൽ പോലും സമരം അവസാനിപ്പിക്കാൻ ഇതുവരെയും വളർമതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 8-ാം ദിവസത്തിലേക്ക് വളർമതിയുടെ നിരാഹാര സമരം കടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രതിഷേധം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിരിക്കുന്ന എല്ലാ റാങ്ക് ഹോൾഡർമാരും അനിശ്ചിതകാല കൂട്ട നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്നത്. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി കേൾക്കണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൂട്ട നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് അനിശ്ചിതകാലത്തിലേക്ക് പോകും എന്നാണ് ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഇവരുടെ സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. 2 മാസം സാവകാശം തേടിക്കൊണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി കത്ത് നൽകിയത്. അതിന് ഇവർ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു. ഒരു പാനൽ ചർച്ച നടത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഒരു കൂട്ട നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അതെ, തീർച്ചയായും പ്രതീക്ഷയിലാണ്. ഗവൺമെൻറ്റിലേക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പിന്നെ ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ ആവശ്യം. ഇപ്പോൾ കൂട്ടമായിട്ടുള്ളൊരു നിരാഹാര സമരത്തിലേക്ക് കടക്കണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഈ ലിസ്റ്റിൽ അകപ്പെട്ടത്. ഇപ്പോൾ ഞങ്ങളുടെ 2 അധ്യയന വർഷങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിൽ 4 ജില്ലയിൽ 1-ാം റാങ്കിന് പോലും ജോലി കിട്ടിയില്ല. മറ്റു ജില്ലകളിലാണെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിലും അപ്പോയിൻമെൻറ്റ് നടക്കാത്ത സ്ഥിതിയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിപ്പോൾ എത്ര പേരാണ് കൂട്ട നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്? 25 പേരോളം ആണ് ഇപ്പോൾ നിരാഹാരത്തിനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും നിങ്ങൾ കത്ത് നൽകിയിരുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ലഭിച്ചോ? ഇല്ല, അത് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാർക്കാണ് ആ കത്ത് നൽകിയത്. അത് ചർച്ച നടത്തണം എന്നുള്ള ആവശ്യം ഉൾക്കൊണ്ടിച്ചാണ് ഈ നിവേദനം കൊടുത്തത്. പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളായ 1:25 നടപ്പിലാക്കുക, എയ്ഡഡ് സ്കൂളുകളിൽ 1:1 എന്ന റേഷ്യോ വെച്ചുകൊണ്ടുള്ള ഒരു എയ്ഡഡ് പോസ്റ്റ് നടത്തുകയാണെങ്കിൽ സർക്കാർ PSC വഴി നടത്തുന്ന എക്സാമിൽ ഒരാളെ എയ്ഡഡ് സ്കൂളിൽ നിയമിപ്പിക്കുക. പിന്നെ ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക. 2 അധ്യയന വർഷം നഷ്ടപ്പെട്ടു, ആ 2 ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്നുള്ള രീതിക്ക്. രുചിഷ, എന്തായാലും നിരവധി ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും മുന്നിലേക്ക് ഈ ഉദ്യോഗാർത്ഥികൾ വച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നാണ് ഇവർ പ്രധാനമായും പറയുന്ന പരാതി. ഇതിനോടകം തന്നെ 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും അത് തങ്ങൾ നിവേദനം നൽകാൻ പോയപ്പോൾ അപ്പോൾ ഒരു ചർച്ച നടന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ തങ്ങൾ നിവേദനം നൽകുമ്പോൾ LPST റാങ്ക് ഹോൾഡർമാരുടെ നിരാഹാര സമരം അത് നേരത്തെ വളർമതിയാണ് നടത്തിയതെങ്കിൽ 8-ാം ദിവസം ആകുമ്പോഴും അതിനൊരു പരിഹാരം കാണാത്തതോടെ കൂട്ട നിരാഹാരത്തിലേക്ക് സമരക്കാർ പോവുകയാണ്.